ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിഫ്റ്റി വിസ്റ്റ എന്ന് പറഞ്ഞ ചാനലിനെ പറ്റിയാണ്. ഇപ്പോൾ നമ്മുടെ തന്നെ മറ്റൊരു ചാനലാണ്. അപ്പോൾ ഈ ഒരു ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനലിലെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം. ആ ചാനലിൽ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാനലിൽ നമ്മൾ നിഫ്റ്റിയുടെ ഓപ്ഷൻസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് ലൈവ് സ്ട്രീം ഉണ്ട്. ഡെയിലി 9 മണിക്ക് ശേഷം, അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മുതൽ 3 മണി വരെയാണ് ലൈവ് സ്ട്രീം നടത്തുന്നത്. അപ്പോൾ ഇതിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്തുള്ള അറ്റ് ദ മണിയിലെ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷൻ്റെ ലെവൽസ് ആണ് മാർക്ക് ചെയ്തിട്ടാണ് സ്ട്രീം നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് മാക്സിമം ബൈ ഓർഡർ സെൽ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്ന ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ലെവൽസ് മാർക്ക് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബിഗ് പ്ലെയേഴ്സ് ഏതൊക്കെ ലെവൽസിലാണ് ബൈ സെൽ എന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ അതിന് മുകളിലാണ് ട്രേഡ് നടക്കണമെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷ് ട്രെൻഡും അതിന് താഴെയാണെങ്കിൽ ബെയറിഷ് ട്രെൻഡും ആണ്. വേണമെങ്കിൽ ഞാൻ സ്ട്രാറ്റജി വളരെ സിമ്പിളായിട്ട് ഒന്ന് പറഞ്ഞുതരാം. Here is our simple strategy. If a 5-minute green candle closes above the level, buy trend. In the same way, if a 5-minute red candle closes below the level, sell trend. അപ്പോൾ ഇതാണ് ആ ഒരു സ്ട്രാറ്റജി. ഇനിയിപ്പോൾ ഇത് മാർക്കറ്റ് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ചാർട്ടാണ്. അപ്പോൾ ഇവിടെ 24,100-നാണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരുന്നത്. അപ്പോൾ അതിന് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ചാർട്ടാണ്. ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് നോക്കാം ഈ ലെവൽസിന് എപ്പോഴാണ് 5 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെയും ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്യുന്നുണ്ടോ നോക്കണം. അതായത് ഇവിടെ 5 മിനിറ്റ് ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ താഴെ അത് ക്ലോസ് ചെയ്തിരിക്കണം. ഇല്ല, നമുക്കവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തില്ല, താഴേക്ക് വരാണ് ചെയ്തത്. കണ്ടോ, ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് വളരെ അടുത്താണ് അതിൻ്റെ സപ്പോർട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ബൈ എടുക്കുന്നത് റിസ്ക് ആണ്. ഈ ഒരു സപ്പോർട്ട് ലെവൽ, അതായത് 130 താഴെയാണ് ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നമുക്ക് ബൈ എടുക്കാമായിരുന്നു. കണ്ടോ, ആ റെസിസ്റ്റൻസ് ടച്ച് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വരാണ് ചെയ്യുന്നത്. കണ്ടോ, അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറിയില്ല. കണ്ടോ, ഓക്കെ, ഇവിടെ നമുക്ക് എൻട്രി വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരുന്നു, പക്ഷേ ആ സമയത്ത് സപ്പോർട്ടിൽ അടിച്ച് നിൽക്കായിരുന്നു. അതിനുശേഷമുള്ള 5 മിനിറ്റ് ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തു. കണ്ടോ, എക്സാക്റ്റ് നമ്മുടെ ആ ലെവൽസിന് താഴെയാണ് പുട്ട് ഓപ്ഷൻ്റെ. ഓക്കെ, ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബൈ ആണ് നമുക്ക് സിയിലേക്ക് വന്നിട്ടുള്ളത്. കാരണം 150-ന് മുകളിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതേ സെയിം ടൈം തന്നെ നമ്മുടെ പി ചാർട്ടിൽ 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കാണെങ്കിൽ 162 ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ഈ 162 മുതൽ 130 ലെവൽ വരെ ബൈയിങ് ആണ്. അതിൽ താഴെയാണ് സ്റ്റോപ്പ് ലോസ് വരാം. ഇനി നമുക്ക് നോക്കാം. വീണ്ടും അത് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 162 ബൈ എടുക്കാം, അതുപോലെ 150-ലും ബൈ തന്നിട്ട് ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മാക്സിമം ബൈ ആ ലെവൽസ് മാറി 165-ലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 165-ൽ ബൾക്ക് ബൈ ഓർഡർ നടന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ബുള്ളിഷ് തന്നെയാണ്. നമുക്ക് ഈ താഴെ, അതായത് ഈ താഴത്തെ ലെവലിന് അടിയിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എക്സിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ 179, 190 വരെ പോയിട്ടുണ്ടായിരുന്നു. 199 ആയിട്ടുണ്ട്. ഉണ്ടോ, നമ്മൾ 162-ലും 150-ലായിരുന്നു നമ്മുടെ ബൈ വന്നിരുന്നത്. 216 ആയിട്ടുണ്ട്. ഉണ്ടോ, ആ ലെവൽസ് ചേഞ്ച് ചെയ്തിട്ടില്ല. ഇവിടെയും കണ്ടോ, താഴേക്കാണ് വന്നിരിക്കുന്നത്, ആ ലെവൽസ് മാറിയിട്ടില്ല. ഉണ്ടോ, 238 വരെ പോയിട്ടുണ്ടായിരുന്നു. ഉണ്ടോ, ഏകദേശം 238 ലെവൽ വരെ പോയിട്ടുണ്ടായിരുന്നു. ഇത് 165, 150 ലെവൽ ടച്ച് ചെയ്തിട്ട് ആണ് 238 ലെവൽ പോയിട്ടുള്ളത്. വീണ്ടും മാർക്കറ്റ് ആ ലെവലിൽ ടച്ച് ചെയ്തു. കണ്ടോ, എക്സാക്റ്റ് 165 ടച്ച് ചെയ്തു, 181 പോയി, 188 പോയി.
ഓക്കെ, നമുക്ക് ഇവിടെ അത് താഴേക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ പുട്ട് ഓപ്ഷനിൽ എൻട്രി വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പുട്ട് ഓപ്ഷനിൽ 84 ബൈ ആണ്. ഉണ്ടോ, 108 പോയി. ആ ലെവൽസ് പെട്ടെന്ന് 108ലേക്ക് മാറി. അപ്പോൾ 108 മുകളിലല്ല, ആ ലെവലിൽ തന്നെയാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. ഇനി അടുത്ത എപ്പോഴും റെഡ് ക്യാൻഡിൽ വരാണെങ്കിൽ അപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യണം. കാരണം ഇപ്പോൾ ഈ 108 മുകളിലാണ് 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നേരത്തെ കണ്ട പോലെ കയറി പോയിരുന്നെങ്കിൽ നമുക്ക് അത് ഹോൾഡ് ചെയ്യാം. അതല്ല, ഇപ്പോൾ അത് റെസിസ്റ്റൻസായി മാറിയിരിക്കുകയാണ്. കണ്ടോ, റെഡ് ക്യാൻഡിൽ വന്നു, നമ്മളൊന്ന് എക്സിറ്റ് ചെയ്ത് മാറാം. ഓക്കെ, കണ്ടോ, ആ റെസിസ്റ്റൻസിൽ നിൽക്കാം. മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്യാറായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ലെവൽസ് ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യുക. ഈ സെയിം മെത്തേഡ് തന്നെ നിങ്ങൾ ജസ്റ്റ് പ്രീവിയസ് വീഡിയോസ് ഉണ്ട്, ജസ്റ്റ് നിഫ്റ്റി വിസ്റ്റ് എന്ന ചാനലിൽ പോയിട്ട് ലൈവിൽ പോവാം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോസൊക്കെ ഇട്ടുണ്ട്. ഇതുപോലെ തന്നെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ബുള്ളിഷും ബെയറിഷും നമ്മൾ കൺഫർമേഷൻ എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോസൊക്കെ ജസ്റ്റ് ഇതുപോലെ തന്നെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ലെവൽസിൽ ടച്ച് ചെയ്ത് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അതാണ് നമ്മുടെ സ്ട്രാറ്റജി. അപ്പോൾ നിഫ്റ്റി വിസ്റ്റ എന്ന് പറഞ്ഞാൽ ഈ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ നിഫ്റ്റി ഓപ്ഷൻ ട്രേഡിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതിൽ നിഫ്റ്റി മാത്രമേ ഉള്ളൂ. നിഫ്റ്റിയുടെ ഈ അറ്റ് ദ മണി ഓപ്ഷൻ സ്ട്രൈക്ക് മാത്രമാണ് ഡെയിലി സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.